ഇപ്പം എവിടെ നോക്കിയാലും ബൺ മസ്കയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമല്ലോ എന്നത്. എന്തായാലും 3 ഐറ്റം കൊണ്ട് നല്ല അടിപൊളി സാധനമോട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. മിൽക്ക് മെയ്ഡിന് 84 രൂപയും പിന്നെ ഇതിന് നമുക്ക് 75 രൂപയാണ് ആയിട്ടുണ്ടായിരുന്നത്. ഈ 2 സാധനവും പിന്നെ ഒരു ബണ്ണും കൂടെ മതി. ബണ്ണിൻ്റെ പൈസ മാത്രം ഞാനത് എഴുതി കാണിക്കുന്നില്ല, കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. എനിക്കെന്തായാലും അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പം എഴുതി കാണിക്കുന്നില്ല. അതിനുശേഷം നമ്മൾ ബട്ടർ എടുക്കണം. ബട്ടർ നമുക്ക് ഒരു ഇത്തിരിയൊക്കെ എടുത്താൽ മതിയാവും. എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 2 സ്കൂപ്പോ അത്രയൊക്കെ എടുത്താൽ മതി. സ്കൂപ്പ് എന്ന് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ഇത്രയൊക്കെ എടുക്കണതാണ് ഞാൻ പറഞ്ഞ 2 സ്കൂപ്പ് എന്നൊക്കെ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പീസാക്കി ആക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ അത് കഷ്ടപ്പെട്ടിട്ട് പൊളിച്ച് എടുക്കുന്നുണ്ട്. വെറുതെ പൊളിച്ചെടുക്കാൻ മാത്രമല്ല, നമ്മളിനി മിൽക്ക് മെയ്ഡും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ചതച്ചെടുക്കണം. അപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും ചതച്ചെടുക്കണം എന്തിനാണ്, മിക്സ് ചെയ്താൽ പോരെയെന്ന്. ഞാനെന്താ അങ്ങനെ പറയാനുള്ള കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ബട്ടർ എടുത്തതിന് ശേഷം ചതച്ചതിന് ശേഷം മാത്രമാണ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം എന്താണ് മിക്സ് ചെയ്തെടുക്കുന്നത്. പക്ഷെ ഞാൻ അങ്ങനെയല്ല ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടും ചതച്ചൊക്കെ എടുത്താലും നമുക്ക് ആ കഷ്ണങ്ങളെല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബണ്ണിലേക്ക് അങ്ങോട്ട് തേച്ചെടുക്കണം. ബണ്ണിലേക്ക് ഒഴിക്കുക എന്ന് പറഞ്ഞ സമയത്ത് 2 പീസാക്കിയിട്ട് ഒരു പീസില്ലാത്തതാണ് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ 2 പീസിലിങ്ങനെ വെക്കുന്നുണ്ട്. അപ്പോൾ 2 പേർക്ക് തിന്നാലോ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി വേറൊന്നും ഇല്ല, അങ്ങോട്ട് തേക്കുക, തിന്നുക. പിന്നെ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം, കാര്യം ഞാൻ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്യാപ് കട്ടിലാണ്. അപ്പോൾ എന്തായാലും ബൺ മസ്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാം ചെയ്യണം. ബൈ.